സ്വകാര്യ ബസ് സമരത്തിന് തുടക്കം 3 ജില്ലകളിൽ പണിമുടക്ക്. UDF സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുക എന്നുള്ളത്. ജൂൺ 15-ാം തീയതി KSRTCയിലെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുകയും ചെയ്തു. പ്രിയദർശിനി എന്ന പേരിലാണ് ആ യാത്രാ പദ്ധതി അറിയപ്പെടുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ പ്രിയദർശിനി യാത്രാ പദ്ധതി പ്രഖ്യാപിച്ചതോടുകൂടി വലിയ തോതിൽ തങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്നുവെന്ന് സ്വകാര്യ ബസ് ഉടമകൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അവർ പലതവണ തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന നഷ്ടങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അറിയിക്കുകയും ചെയ്തതാണ്. ഇപ്പോഴിതാ അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് പോവുകയാണ്. 2026 ജൂൺ 8-ാം തീയതി, അതായത് വരുന്ന ചൊവ്വാഴ്ച 3 ജില്ലകളിൽ സമ്പൂർണമായി സർവീസ് നിർത്തിവെക്കുമെന്നാണ് ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കൊല്ലം, കോട്ടയം ഈ 3 ജില്ലകളിലാണ് 8-ാം തീയതി സമ്പൂർണമായി പ്രൈവറ്റ് ബസ് സർവീസുകൾ നിർത്തിവെക്കുന്നത്. ഈ 3 ജില്ലകളിലും വലിയ തോതിൽ പ്രൈവറ്റ് ബസ്സിന്റെ സാന്നിധ്യമുള്ള ജില്ലകളാണ്. താരതമ്യേന കുറവ് കൊല്ലത്താണെന്ന് പറയാം. പത്തനംതിട്ടയും കോട്ടയത്തും വളരെയധികം, പ്രത്യേകിച്ച് പാലാ മേഖലയിലൊക്കെ അടക്കം വലിയ തോതിൽ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് പലരും യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 8-ാം തീയതിയിലെ ഈ ഒരു പണിമുടക്ക് ലക്ഷക്കണക്കിന് പേരെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ കാര്യമായിട്ട് ഈ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറയുന്ന ഒരു കാര്യം, ഈ 3 ജില്ലകളിൽ ഒരു സൂചനാ പണിമുടക്ക് എന്ന നിലയിലാണ് 8-ാം തീയതി പണിമുടക്കുന്നത്. സമ്പൂർണ്ണമായി സർവീസ് നിർത്തിവെച്ചുകൊണ്ട് പണിമുടക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ മാസം 20 മുതൽ 26-ാം തീയതി വരെ ബസ് ഉടമകളും ബസ് ജീവനക്കാരും ചേർന്നുകൊണ്ട് ഒരു സമരം നടത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ. 20 മുതൽ 26, 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തും. ഈ നിലവിൽ 12,000-ഓളം സ്വകാര്യ ബസ് സർവീസുകളാണ് കേരളത്തിലാകെ ഉള്ളതെന്നാണ് കണക്കുകൂട്ടൽ. അതിലെ 9,000 ബസ് സർവീസുകൾ നഷ്ടത്തിലാണ് എന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, സർക്കാർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്, വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ ബസ് ഉടമകൾ പറയുന്ന ഈ കണക്കുകൾ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, എത്രത്തോളം ഈ പ്രിയദർശിനി പദ്ധതി സ്വകാര്യ ബസ് മേഖലയെ ബാധിച്ചിട്ടുണ്ട്, അഥവാ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെ പരിഹാരം കാണാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നും തന്നെ ഈ പ്രൈവറ്റ് ഓണേഴ്സ് അസോസിയേഷൻ തൃപ്തികരമല്ല അത്തരം സർക്കാരിൻ്റെ നടപടി. മാത്രമല്ല, സർക്കാർ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. 50% നികുതി ഇളവും ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ സ്വകാര്യ ബസ് ഉടമകൾക്ക് നൽകിയിട്ടുണ്ട്. അതും ഈ പറയുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഒന്നും തന്നെ ഇതൊന്നും പര്യാപ്തമല്ല. മറിച്ച് ഇവർ പറയുന്ന ഒരു കാര്യം, ഒരു പ്രതിദിനം 1000 മുതൽ 4000 രൂപ വരെ ഇപ്പോൾ നഷ്ടമാണ്. പ്രിയദർശിനി സർവീസ് മുഖാന്തരം പ്രതിദിനം ഇത്രയും നഷ്ടം സഹിച്ചാണ് ഓടുന്നത്. മാത്രമല്ല, ചില ജീവനക്കാരൊക്കെ തന്നെ സ്വയം പിരിഞ്ഞു പോവുകയാണ്. അവർക്ക് നേരത്തെ 1000, 1200 രൂപ കിട്ടുന്ന സ്ഥലത്ത് ഇപ്പോൾ വളരെ തുച്ഛമായ തുകയാണ്. അതുകൊണ്ട് പലരും ഈ മേഖല വിട്ടു പോകുന്നുണ്ട്. നിൽക്കുന്നവർക്കാകട്ടെ 400, 300 രൂപയാണ് കൊടുക്കുന്നത്. കാരണം അത്രമാത്രം വരുമാനമേ ലഭിക്കുന്നുള്ളൂ എന്നാണ് ഈ ബസ് ഉടമകൾ പറയുന്നത്. ഈ മറ്റൊരു കാര്യം കൂടി ഇവർ ഉന്നയിക്കുന്നത്, കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ സർക്കാർ ബസ് ഏറ്റെടുത്തുകൊണ്ട് സർവീസ് നടത്തുക. അങ്ങനെയെങ്കിൽ ഒരു പരിധിവരെ ഈ പ്രിയദർശിനി യാത്രയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ നഷ്ടം നികത്താമെന്നാണ് ബസ് ഉടമയുടെ മറ്റൊരു ആവശ്യം. പ്രിയദർശിനി യാത്ര ആരംഭിച്ചത് ജൂൺ 15-നാണല്ലോ, നമുക്കറിയാവുന്നതുപോലെ തന്നെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞത്, ഇത് എല്ലായിടത്തും ബാധിക്കുന്ന ഒന്നല്ല. ഈ പറയുന്ന ബസ് ഓണേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ ബസ് ഉടമകൾ പറയുന്ന ഈ ഒരു കാര്യം, അതായത് തങ്ങളുടെ വരുമാന നഷ്ടം വലിയ തോതിൽ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം എല്ലായിടത്തും അല്ല, ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഈ ഒരു വിഷയം നിലനിൽക്കുന്നത്. KSRTCക്ക് സമാന്തരമായി പ്രൈവറ്റ് ബസ് ഓടുന്ന ചില റൂട്ടുകളിൽ മാത്രമാണ് ഈ പ്രശ്നമുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേക്കുറിച്ച് പഠിക്കുകയും അവിടെ എന്താണ് പ്രശ്നമെന്ന് വിലയിരുത്തുകയും അതിന് പരിഹാരം തേടുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വിദഗ്ധ സമിതിയുടെ ഉദ്ദേശമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഇത് എല്ലായിടത്തും ഇത് ബാധകമല്ല. വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇത് ബാധകമാകുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഉൾഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഈ ഓർഡിനറി സർവീസ്, KSRTCയുടെ ഓർഡിനറി സർവീസിൻ്റെ അഭാവം കൃത്യമായി തന്നെ നമുക്ക് ബോധ്യപ്പെടുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ഒരു ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. വളരെ ഉൾനാടൻ പ്രദേശങ്ങളിലൊന്നും ഈ പറയുന്ന പോലെ ഓർഡിനറി സർവീസുകളിൽ അവിടെ എല്ലാം തന്നെ സ്വകാര്യ ബസ്സുകളാണ്.
അതുകൊണ്ട് അവർ ഈ പറയുന്നത് കണക്കുകളിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള കാര്യമൊക്കെ തന്നെ ഈ വിദഗ്ധ സമിതി പഠിച്ചതിന് ശേഷം മാത്രം, ആ ഒരു പഠന റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ സർക്കാരിന് ഔദ്യോഗികമായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം ബസ് ഉടമകൾ പറയുന്നത്, സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത് അങ്ങനെയല്ല. ഇത് ഇപ്പോൾ തന്നെ തങ്ങളെ സിറ്റിയിലും അതേപോലെ ഈ ഗ്രാമങ്ങളിലും അടക്കം, സിറ്റിയും നഗര ഗ്രാമ ഭേദമന്യേ തങ്ങളെ വലിയ തോതിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പണിമുടക്കല്ലാതെ തങ്ങളുടെ മുന്നിൽ യാതൊരു മാർഗവുമില്ല. ഇനിയും ശക്തമായിട്ടുള്ള പണിമുടക്കാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട, കൊല്ലം, കോട്ടയം എന്നീ ജില്ലകളിൽ 8-ാം തീയതി പണിമുടക്കുന്നു. അതിനുശേഷം പിന്നീട് 20 മുതൽ 26 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബസ് ഉടമകളുടെയും അതേപോലെ ജീവനക്കാരുടെയും സമരം നടക്കുന്നു. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സമാന നിലയിൽ തന്നെ ഓട്ടോറിക്ഷ ഉടമകളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ടാക്സി രംഗത്ത് പ്രവർത്തിക്കുന്നവരും തങ്ങളെപ്പോലെ തന്നെയാണ് ഈ പറയുന്ന നഷ്ടം, പ്രിയദർശിനി മൂലമുള്ള നഷ്ടം അവരും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ഒരു സംയുക്ത യോഗം കൂടി വിളിച്ചു ചേർത്തുകൊണ്ട് ഭാവി സമര പരിപാടികൾ ആവിഷ്കരിക്കും. കാരണം തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന നഷ്ടം പോലെ തന്നെ ഓട്ടോറിക്ഷക്കാർക്ക് നഷ്ടം വരുന്നുണ്ട്, ടാക്സിക്കാർക്ക് നഷ്ടം വരുന്നുണ്ട്. അതുകൊണ്ട് ഒരേ തുല്യ ദുഃഖിതരായിട്ടുള്ള ഈ 3 പേർ ചേർന്നുള്ളത്, സ്വകാര്യ ബസ് ഉടമകളും ടാക്സി ഓടിക്കുന്നവരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അടക്കമുള്ള ഒരു വലിയ വിശാലമായിട്ടുള്ളൊരു യോഗം കൂടിക്കൊണ്ട് ഭാവി പരിപാടികൾ തീരുമാനിക്കും. അങ്ങനെയെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് ഈ പറയുന്ന ഒരു ഗതാഗത സ്തംഭനമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഈ 3 ജില്ലകളിലാണ് ഇപ്പോൾ ആദ്യത്തെ സമരം നടക്കുന്നത്, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം. ഇനി അടുത്ത സമര പരിപാടികൾ അടുത്ത ജില്ലകളിലേക്ക് ഇത് ഒരു പക്ഷേ അവർ വ്യാപിപ്പിക്കാനും മതി. നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോയും ടാക്സിയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റ് ജില്ലകളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിച്ചാൽ തീർച്ചയായും കേരളത്തിൻ്റെ ഗതാഗത മേഖല തന്നെ വലിയ തോതിൽ സ്തംഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.